സിറ്റിയിലാണ് ഞാനിന്ന് 100 രൂപ വെച്ച് സർവൈവ് ചെയ്യാൻ പോകുന്നത്. അര കട്ടൻ ചായ തരാൻ പറ്റുമോ? ഒരു 5 രൂപയ്ക്ക് ചെറുത് ഒരു കറികളൊക്കെ അൺലിമിറ്റഡ് ആണ്. 20 രൂപയ്ക്ക് ഇത് നല്ല വർത്തായിട്ടുള്ള ഫുഡാണ്. ജ്യൂസിന് എല്ലാത്തിനും 10 രൂപയേ ഉള്ളൂ. ഇപ്പോൾ സ്കാൻഡീന്ന് ഇതാ ഒരു സ്കാൻഡീൻ കൂടെ വാങ്ങി 5 രൂപയേ ഉള്ളൂ. ബാലൻസ് നമ്മുടെ ഇതാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് എടപ്പള്ളി കൊച്ചിയിലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് സിമ്പിളാണ്. ആകെപ്പാടെ ഞാനും ഉണ്ട് ഒരു 100 രൂപയുണ്ട്. അപ്പോൾ ഈ 100 രൂപ വെച്ചിട്ട് ഈ കൊച്ചി സിറ്റിയിൽ ഫുൾ ഡേ ഞാൻ ഇന്ന് സർവൈവ് ചെയ്യണം. അതാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക്. ഇവിടെ നോർമലി ജീവിച്ചു പോകാൻ തന്നെ 1000-2000 രൂപയൊക്കെയാണ് ഒരു ദിവസം വേണ്ടി വരുന്നത്. ആ സിറ്റിയിലാണ് ഞാൻ ഇന്ന് 100 രൂപ വെച്ച് സർവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നടക്കില്ലോ നോക്കാം. ഗായ്സ്, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കളമശ്ശേരി കുസാറ്റിലുള്ള കഫേ കുസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാൻറ്റീനിലാണ്. ഇവിടെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നല്ല റേറ്റ്, ഇഡലി അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. നമ്മളുടെ കോളേജിൻ്റെ ഒരു സൈഡിലുള്ള ക്യാൻറ്റീനാണ്. അങ്ങനെ എൻ്റെ ദോശയും നല്ല സാമ്പാറും ചമ്മന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ദോശ എന്ന് പറയുമ്പോഴത്തേനല്ലേ ഇവിടെ കുസാറ്റിൻ്റെ സ്റ്റുഡൻസിൻ്റെ ക്യാൻറ്റീനില്ലേ, അതുകൊണ്ട് ഇവിടുന്ന് നല്ല ഫുഡാണ് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ചമ്മന്തിയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. വീട്ടിലുണ്ടാക്കുന്ന ചമ്മന്തി പോലെ ആണ്, നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ആകപ്പാടെ അയക്കുന്ന പൈസ എന്ന് പറയുന്നത് 20 രൂപയുള്ളൂ. 2 ദോശയും സാമ്പാറും ചട്നിയും ഒക്കെ ആയിട്ട് 20 രൂപയ്ക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടാർജറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സ്, നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കച്ചേരിപ്പടി എത്തിയിട്ടുണ്ട്. കച്ചേരിപ്പടിയിൽ സമൃദ്ധി കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ കിച്ചൺ ഉണ്ട്. ഇവിടെ നമ്മുടെ ഊണ്, ബിരിയാണി, പിന്നെ എന്താ പറയുക ബർഗർ, അങ്ങനത്തെ ജ്യൂസ് ഐറ്റംസ്, പായസം, അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു ഹബ്ബാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഊണിന് വെറും 20 രൂപയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്തത്. എടാ, ഒരു ഊണെ കഴിക്കാനേ കുറച്ച് മതി. എന്തൊക്കെയാ ബാക്കി? സാമ്പാർ 20 രൂപയുടെ ഊണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അത്യാവശ്യം വർത്താണ്. ചോറ്, സാമ്പാർ, പപ്പടം, പിന്നെ ഇത് എന്തോ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ, പിന്നെ അച്ചാർ. ഇത്രയുണ്ട്. നല്ല ക്വാണ്ടിറ്റി. നമുക്ക് എത്ര ഉണ്ടല്ലോ ചോറ് തരും. അൺലിമിറ്റഡ് ആണ്. കറികളൊക്കെ അൺലിമിറ്റഡ് ആണ്. 20 രൂപയ്ക്ക് ഇത് നല്ല വർത്തായിട്ടുള്ള ഫുഡാണ്. ഇവിടെ ഇല്ലേ, നമ്മൾ കഴിച്ച പ്ലേറ്റ് നമ്മൾ തന്നെ കഴുകി വെക്കണം. പിള്ളേരെ അച്ചടക്കമൊക്കെ പഠിപ്പിക്കാനാണ് തോന്നുന്നു. ഇവിടെ ഊണ് മാത്രമല്ല, ഫ്രൈഡ് ചിക്കൻ, സ്പെഷ്യൽ ആയിട്ടുള്ള ബർഗർ, ഹോട്ട് ഡോഗ്, അതുപോലെ തന്നെ പിന്നെ പായസം, വെറൈറ്റി പായസങ്ങളും ജ്യൂസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മളങ്ങനെ സമൃദ്ധി കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇത് ആക്ച്വലി ഇല്ലേ നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെയും സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. രണ്ടിടത്തുനിന്ന് വരുന്നവർക്ക് ഇത് പെട്ടെന്ന് എത്താൻ പറ്റുമേ. പിന്നെ 24 hours ആണ്. എപ്പോൾ വന്നാലും ഫുഡ് ഉണ്ടാവും. നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനുശേഷം അപ്പോൾ ഇപ്പം നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചത് 20 രൂപ ആയിട്ടുള്ളൂ. വൈകിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് 20 രൂപ ആയിട്ടുള്ളൂ. ടോട്ടലി നമ്മുടെ 100 രൂപയിൽ ആകെപ്പാടെ 40 രൂപ ചിലവായിട്ടുള്ളൂ. ബാക്കി 60 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ഒരു ചായയും കട്ടൻ ചായയും അതിൽ പരിപ്പോടെയൊക്കെ കഴിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്ന പനമ്പള്ളി നഗറിലുള്ള ഒരു ചേട്ടൻ്റെ കടയിലാണ്. ഇവിടെ റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ഒരു കട്ടൻ ചായക്ക് 10 രൂപയാണ് റേറ്റ്. പിന്നെ ഒരു പരിപ്പോട 8 രൂപയേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് കട്ടൻ ചായ 10 രൂപ ആയതുകൊണ്ട് നമ്മളൊന്ന് അര കട്ടൻ ചായ കിട്ടുമെന്ന് ചോദിക്കാൻ പോവാണ്. കിട്ടിയാൽ അപ്പം 5, 8 മാത്രമേ എനിക്കാവത്തുള്ളൂ. ഇല്ലെങ്കിൽ 18 രൂപയാവും. ചേട്ടാ, കട്ടൻ ചായ ആയിരുന്നോ? ചേട്ടാ, ഒരു അര കട്ടൻ ചായ തരാൻ പറ്റുമോ? ഒരു 5 രൂപയ്ക്ക് ചെറുത് ഒരു. നമുക്കങ്ങനെ കെഞ്ചി അരക്കട്ടനും കിട്ടി, ഒരു പരിപ്പോടയും കിട്ടി. അത് ചൂടും ഒരു മഴ പരിപ്പോടും മഴയത്ത് നല്ല കട്ടൻ ചായയും പരിപ്പോടെ അടിപൊളി കോമ്പിനേഷൻ. നമുക്ക് വൈകുന്നേരത്തെ കടിയുടെയും കൂടെ പൈസ കൂട്ടി മൊത്തം ഇപ്പം 53 രൂപ ആയിട്ടുള്ളൂ. അത് ഉച്ച വരെ 40, പിന്നെ ഇതും കൂടെ കൂട്ടി വെറും 53 രൂപ. നമുക്ക് 47 രൂപ കയ്യിലുണ്ട്. വൈകിട്ട് അടിച്ച് പൊളിച്ച് ഫുഡ് കഴിക്കാം. വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു ജ്യൂസ് കുടിച്ചാലോ? ജ്യൂസ് എല്ലായിടത്തും നല്ല റേറ്റാണ്. 60, 70, 100 രൂപയൊക്കെയാണ്. നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 10 രൂപയ്ക്ക് ഒരു ജ്യൂസ് കുടിക്കാൻ പോവാണ്. നമ്മുടെ മഞ്ഞുമല്ല് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ട്, അതായത് ബെസ്റ്റ് ബേക്കറിയുടെ തൊട്ട് നിയർ ബൈ ആയിട്ട് മുഹമ്മദ് ഇക്കാടെ കടയുണ്ട്. ഇതാണ് കട. ഇവിടെ ജ്യൂസിന് എല്ലാത്തിനും 10 രൂപയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക്, അതായത് എല്ലാ ജ്യൂസും കാണണമെന്നില്ല. എനിക്ക് ഫ്രൂട്ട്സ് വേണം. അപ്പോൾ എല്ലാ ദിവസവും 2-3 ജ്യൂസുകൾ ഉണ്ടായിരിക്കും. അപ്പം ഏത് ജ്യൂസ് ആണെങ്കിലും ഇവിടെ 10 രൂപയേ ഉള്ളൂ. ഇത് എത്ര വർഷമായിട്ട് നടത്തുക? 20 വർഷത്തോളമായി. എത്ര നാളെ ഈ 10 രൂപയ്ക്ക് ജ്യൂസ് കൊടുക്കാൻ തുടങ്ങിയിട്ട്? ആണോ? ഇതിന്റെ ഇങ്ങനൊരു ടെക്നോളജി എല്ലായിടത്തും ഭയങ്കര റേറ്റ് അല്ലേ? ഓക്കെ, ശരി, ബൈ. നമ്മൾ മോർണിംഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത, എടപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ചലഞ്ച് തിരിച്ച് എടപ്പള്ളി തന്നെ വന്നെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഒരു മീലും കൂടെ ബാക്കിയുള്ളൂ, ഡിന്നർ. അത് നമ്മളൊരു ചെറിയ തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ, എടപ്പള്ളി നമ്മുടെ പള്ളിയുടെ അടുത്തൊരു തട്ടുകടയുണ്ട്, സിഗ്നലിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നത്.
അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് 37 രൂപയാണ്. ഗായ്സ്, നമുക്ക് അങ്ങനെ തട്ടുകടയിൽ നിന്ന് അടിപൊളി 2 പൊറോട്ടയും ചിക്കൻ്റെ ഗ്രേവിയും കൂടെ അകത്തേക്കുന്നത്. ഇത് ഇത്രയും കൂടെ 20 രൂപ നമുക്ക് വരുന്നുള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ 17 രൂപ ബാലൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ചലഞ്ച് ഏകദേശം സക്സസ് ആണ്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാലൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 17 രൂപയാണ്. നമ്മളപ്പോൾ എടപ്പള്ളി സ്കാൻഡിൽ നിന്ന് ഒരു സ്കാൻഡിയും കൂടെ വാങ്ങി 5 രൂപയേ ഉള്ളൂ. ബാലൻസ് നമ്മുടെ കയ്യിൽ 12 രൂപയുണ്ട്. അപ്പം നമ്മൾ ഇന്ന് 100 രൂപ പോലും തികയ്ക്കാതെ എറണാകുളത്ത് എങ്ങനെ സർവൈവ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പം ഇവിടെ ഫുഡ് കഴിക്കാതെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മളപ്പോൾ ഇത്രയും പൈസ സേവ് ചെയ്തതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഇവിടെ നല്ല കുറച്ച് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.